ജീവിതത്തിൽ നന്മകൾ ചേർത്തുവച്ച് സ്വർഗീയാരാമങ്ങളുടെ ഉന്നതിയിലേക്ക് പാറിപ്പറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു അവസരം ഇനി നിങ്ങളുടെ മുമ്പിൽ വരാനില്ല. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവരെ വേഗം വരൂ എന്ന. നോക്കൂ നിങ്ങൾ, അങ്ങനത്തെ ഒരു സാഹചര്യം വിശുദ്ധ റമളാനിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. ആ റമളാനാണ് നമ്മുടെ കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുന്നത്. സഹോദരങ്ങളെ, ഇപ്പോഴും നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പറയുന്ന എനിക്കോ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കോ അതിലേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടുമോ ഇല്ലോ എന്നും നമുക്കറിയില്ല. റഹ്മാനായ റബ്ബ് ആയുസ് നീട്ടിത്തരുമാറാകട്ടെ. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കണം. ഇതിങ്ങനൊരു മുഖവരി ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? സഹോദരങ്ങളെ, റമളാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുക്കത്തിലാണ്. പല നാടുകളിൽ കാണാൻ കഴിയും, വീടൊക്കെ അടിച്ചു തുടച്ച് ഭയങ്കര ഉഷാറാക്കി വെക്കുന്ന ആളുകളുണ്ടാവും. നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ സ്റ്റോർ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ പെരുന്നാളിന്റെ അന്ന് ഇടേണ്ട ഡ്രസ്സ് പോലും നേരത്തെ തന്നെ പർച്ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും മുന്നൊരുക്കത്തിലാണ്. അത് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അതിനേക്കാളൊക്കെ ഒരു വിശ്വാസി റമളാൻ എന്ന പുണ്യങ്ങളുടെ പൂക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ഒരുക്കങ്ങൾക്കപ്പുറത്ത് അവൻ ശരിക്കൊരുങ്ങേണ്ട ഒരിടമുണ്ട്. അതേതാണെന്നറിയോ? അവന്റെ മനസ്സാണ്. അവൻ ചില കാര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് ആ ഒരുക്കമെന്ന് 2-3 കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ ഒരു ഖുത്ബയിൽ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരുങ്ങി തയ്യാറായിട്ടായിരിക്കണം നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോഴേ ഓരോ ദിവസവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ. അപ്പോഴേ വിശുദ്ധ റമളാൻ നമുക്ക് കിട്ടിയത് കൊണ്ട് വല്ല കാര്യം ഉണ്ടാവൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു 10-30 ദിവസം സാധാ നോർമലി പോകുന്ന പോലെ കഴിഞ്ഞു പോകും. കുറെ പട്ടിണി കിടന്നു. നമ്മുടെ ഭക്ഷണത്തിന്റെ മെനു ഒക്കെ ഒന്ന് മാറി, ഭക്ഷണത്തിന് ടൈം ടേബിൾ ഒക്കെ ഒന്ന് മാറി, പകലിൽ കഴിച്ചത് മുഴുവൻ അതിൽ ഇരട്ടിയോ രാത്രി കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു മെച്ചമില്ലാത്ത ഹതഭാഗ്യവാന്മാരെ കുറിച്ച് ഇതേ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, റുബ്ബ സ്വാഇമിൻ, എത്ര നോമ്പുകാരാന്നറിയോ, ഹൽദുഹു മിൻ സിയാമിഹി, ആ മനുഷ്യനിക്ക് നോമ്പ് നോക്കിയിട്ട് ആകെ കിട്ടിയ ഓഹരി അൽ ജൂഉ വൽ അത്ശു, കുറെ പട്ടിണി കടന്നു, കുറെ ദാഹം സഹിച്ചു എന്നതിനപ്പുറത്തേക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓഹരിയും കിട്ടാത്ത എത്ര നോമ്പുകാരാണെന്ന് അള്ളാന്റെ റസൂലിന്റെ നാവുത്തുമ്പത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹതഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ ആരും ഇല്ലാതിരിക്കുവാൻ കുറച്ചും കൂടി ആയുധമൊന്ന് മൂർച്ച കൂട്ടിയിട്ട് ഒന്ന് ഒരുങ്ങി തയ്യാറായിട്ട് റമളാനിലേക്ക് കടക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെയാണ് ഒരുക്കം? സഹോദരങ്ങളെ, ഒന്നാമത്തെ ഒരുക്കത്തിന്റെ ഭാഗം എന്താണെന്നറിയോ? ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അറിവ് വേണമെന്നുള്ളതാണ്. അൽ ഇൽമു ഖബല അൽ ഖൗലി വൽ അമൽ. എന്ത് പറയുന്നതിന് മുൻപും എന്ത് പ്രവർത്തിക്കുന്നതിന് മുൻപും നമുക്ക് ആദ്യം വേണ്ടത് അറിവാണ്. വിശുദ്ധ റമളാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന നോമ്പാണ്. ആ നോമ്പിന്റെ വിധിവിലക്കുകൾ നമ്മൾ അറിയണം. നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയണം. എന്തിനാണ് ഈ 10-13 മണിക്കൂറൊക്കെ ഈ പെടാപ്പാട് പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്തപ്പ ചെയ്യാ, ഞങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിപ്പോയി. നമുക്ക് നോമ്പ് നോൽക്കാതിരിക്കാൻ പറ്റൂല. കാരണം പേരേന്നൊന്നും കിട്ടാൻ ഒരു വകുപ്പില്ല. ഹോട്ടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും. ആകണ്ട് കുടുങ്ങിങ്ങാണ്ട് നോക്കുകയാണ്. ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ, ഒരു കാര്യമില്ല. ചില ആളുകളൊക്കെ ഇപ്പൊ ചില വിദ്വാൻമാരൊക്കെ ഇനി വാട്സപ്പിലൊക്കെ നിറഞ്ഞു തുളുമ്പും നിങ്ങൾ നോമ്പ് നോറ്റാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ. ഏതായിരുന്നാലും കഴിഞ്ഞ ചെക്കപ്പിൽ ഇപ്പൊ കുറച്ചൊക്കെ ഷുഗറൊക്കെ ഹൈ ആയിക്കണ്, പ്രഷറൊക്കെ ആകെ പിടിച്ചം വിട്ടിക്കണ്. എന്നൊരു 19 ദിവസം നമ്മുടെ നോമ്പ് വെച്ചു കഴിഞ്ഞാല് ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താം. എന്തായാലും ഇപ്പൊ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ വകുപ്പില്ലല്ലോ. ഇങ്ങനൊക്കെ നമ്മുടെ ചിന്തയും ലക്ഷ്യങ്ങളും ഡൈവേർട്ട് ചെയ്തു പോയാൽ, മാറിപ്പോയാൽ സുഹൃത്തുക്കളെ അതേ ഉണ്ടാകുള്ളൂ. അങ്ങനത്തെ ഒരു ഗതികേട് ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ പറയുന്നവരുടെ മുമ്പിൽ എണീറ്റുകൊണ്ട് പറയാൻ കഴിയണതാ, ഒരു ദിവസം ഞാൻ അള്ളാന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റാൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഇന്നതാണെന്ന് പറയാൻ മാത്രമുള്ള അറിവ് നമുക്കുണ്ടാകണം. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന മെച്ചമെന്തെന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം. നോമ്പ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളുടെ മതവിധികളെ കുറിച്ച് സഹോദരങ്ങളെ നമുക്ക് അറിയാൻ കഴിയണം. അപ്പോഴേ നമ്മൾ മൻസോമ റമളാന ഈമാനു വഹ്തിസാബ് എന്ന് പറഞ്ഞില്ലേ, നോമ്പ് നോറ്റൊരിക്കുന്നല്ല പറഞ്ഞത്,
എങ്ങനെ നോമ്പ് നോറ്റവർ? ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടെയും. എന്താ വിശ്വാസം? ഇതെന്റെ റബ്ബ് എന്നോട് പറഞ്ഞതാണ്, നിർബന്ധമായിക്കൊണ്ട് ഞാൻ ചെയ്യേണ്ടതാണ്, അടിസ്ഥാന തത്വമാണ്. ഇത് ചെയ്താൽ ഇന്നിന്ന പ്രതിഫലങ്ങളുണ്ട്. ആ ഈമാനും ആ പ്രതിഫല മോഹവും ഒരുപോലെ സമ്മേളിച്ചുകൊണ്ട് ആര് നോമ്പ് നോറ്റോ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നോമ്പ് നോറ്റോർന്നല്ല പറഞ്ഞത്, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് നോൽക്കാൻ കഴിയണം. അതെങ്ങനെ പ്രതിഫലം ആഗ്രഹിക്കാൻ പറ്റുക? അതുകൊണ്ട് കിട്ടണത് എന്താ നമ്മൾ അറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ നേടാൻ നമുക്ക് കഴിയണം. പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം, പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാം, മുൻപ് കഴിഞ്ഞ ഖുത്ബകൾ നമുക്ക് വീണ്ടും എടുത്ത് കേൾക്കാൻ കഴിയും. അങ്ങനെ നല്ലൊരു വൈജ്ഞാനികമായ സ്രോതസ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ട് ഇത് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നാണ് ഒന്നാമതായി കൊണ്ട് പറയാനുള്ളത്. എങ്കിലേ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി നാട്ടുകാർ ചോദിക്കൊന്ന് പേടിച്ച് എവിടെയും എത്താതെ ഒരു മെച്ചവും കിട്ടാതെ പരലോകത്തേക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? റമളാന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് വരും ഖുത്ബയിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന റബ്ബ് അതിലുള്ള തോക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനുള്ള തോക്കം നമുക്ക് നൽകുമാറാകട്ടെ. എന്നാലും സുഹൃത്തുക്കൾ, നമ്മൾ പഠിക്കണം, കൂടുതൽ അറിയാൻ നമുക്ക് കഴിയണമെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. നമ്മൾ വീടൊക്കെ ശുദ്ധീകരിക്കുന്ന തിരക്കിലായിരിക്കും ഇപ്പോൾ, അത് മാത്രം പോരാ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയണം. എന്താണ് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ? മനസ്സിനെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കേണ്ടത് ശിർക്കിൽ നിന്നാണ്. എന്താ സഹോദരങ്ങളെ ശിർക്ക്? ശിർക്ക് എന്താ? എന്തിനാ ശിർക്കിൽ നിന്നും മനസ്സിനെ മുക്തമാക്കിക്കൊന്ന് പറയാനുള്ള കാരണം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നടക്കുന്ന ഒരു പ്രതിഭാസത്തെ പറിച്ച് അള്ളാന്റെ റസൂൽ നമ്മൾ പഠിപ്പിക്കുക. തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇത്നൈൻ, തിങ്കളാഴ്ചയും വയൗമൽ ഖമീസ്, വ്യാഴാഴ്ചയും സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമകൾക്കും അല്ലാഹു അന്ന് പുറത്തു കൊടുക്കും. അള്ളാന്റെ റസൂൽ രണ്ടാളുകളെ കുറിച്ച് മാറ്റി നിർത്തി. ഒന്നാമത്തെ ആളാരറിയോ? ലാ യുശ്രികു ബില്ലാഹി ശൈആ, ലാ യുശ്രികു ബില്ലാഹി ശൈആ, ജീവിതത്തിൽ റഹ്മാനായ റബ്ബിനോട് ഒരു നിലക്കും ഒന്നിലും പങ്കു ചേർക്കാത്ത ആളുകൾക്ക് പടച്ചോൻ പുറത്തു കൊടുക്കും. ഇതെല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നടക്കുന്ന കാര്യമാണ്. അതിനേക്കാൾ വലിയ പാപമോചനവുമായി കൊണ്ടാണ് റഹ്മാനായ റബ്ബ് നമ്മളെ റമളാനിൽ കാത്തിരിക്കുന്നത്. അതിനേക്കാൾ വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി തയ്യാറായി നിൽക്കുകയാണ് റഹ്മാനായ റബ്ബ്. പക്ഷെ ലഭിക്കണോ? നമുക്കുണ്ടാകേണ്ട ക്വാളിറ്റി ജീവിതത്തിൽ ഒരിക്കലും പടച്ചോനോട് കൊടുക്കേണ്ട കാര്യങ്ങൾ, പടച്ചോൻ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അത് ചോദിക്കേണ്ടത് കബറാളികളോടല്ല, പ്രവാചകന്മാരോടല്ല, സ്വാലിഹീങ്ങളോടല്ല, ബദരീങ്ങളോടല്ല, മമ്പറത്ത് തങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപ്പാപ്പയെ വിളിച്ചിട്ടല്ല, ബീവിമാരോടല്ല. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِي. അല്ലേ, അല്ലാഹ് പറയാ, നിന്നോട് എന്നെ കുറിച്ചിട്ട് എന്റെ അടിമ ചോദിച്ചാൽ നീ പറ, ഞാൻ അവന്റെ അടുത്തുണ്ടോ. അവനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവൻ എന്നോട് ചോദിക്കട്ടെ എന്നാണ്. നമ്മൾ ആരോടാണ് ചോദിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹുവിൽ കാര്യങ്ങൾ വരമേൽപ്പിക്കുന്നവരെ പെരുത്തിഷ്ടമാണ് പടച്ചോനിക്ക്. പക്ഷെ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഏലസിലും അത് തകിടിലും മറ്റുമൊക്കെ ആയിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ വരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഏർപ്പാട് അവസാനിപ്പിച്ചോ. ശിർക്ക് എന്ന വലിയ പാതകത്തിൽ നിന്നും മനസ്സിനെ കഴുകി ശുദ്ധീകരിച്ചോ. തൗഹീദിന്റെ പാത്രമാക്കി മനസ്സിനെ നീ കഴുകി ഒരുക്കി വെച്ചോ. എങ്കിലേ ഇതിലേക്ക് റമളാൻ വന്നിട്ട് വല്ല കാര്യമുള്ള സുഹൃത്തേ. അല്ലെങ്കിൽ റമളാൻ ഉണ്ടായിട്ടും കാര്യമില്ല, ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, ഉംറ എല്ലാ കൊല്ലം പോയി ചെയ്തിട്ടും കാര്യമില്ല, കോടിക്കണക്കിന് രൂപ അള്ളാന്റെ മാർഗത്തിൽ തുരുതുരാന്ന് ദാനം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ശിർക്കിന്റെ ഏതെങ്കിലും അംശം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹ് പറയാ, അവൻ പർവ്വത സമാനം കൊണ്ടുപോയി വെച്ച അമലുകളിലേക്ക് വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ.
അവൻ ചെയ്തു വെച്ച മുഴുവൻ സൽക്കർമ്മങ്ങളിലേക്കും റഹ്മാനായ റബ്ബ് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അതിനെ ചാരക്കൂമ്പാരം പോലെയാക്കി കളയുമെന്ന് നഊദു ബില്ലാഹ്. ഈ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ സഹോദരാ, റമളാനിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മറുപടി അറിവ് കൊണ്ട് എന്നാണ്. രണ്ടാമത്തെ മറുപടി മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് എന്നാണ്. എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത്? ഒന്നാമത്തെ മറുപടി ശിർക്കിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിച്ചോ എന്നാണ്. ഇനി തൗഹീദ് ഓക്കെയായ ചില ആളുകളുണ്ടാവും, അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന രണ്ടാമത്തെ ഒരു അബദ്ധാണ്. എത്ര നന്മ ചെയ്താലും, എത്ര റമളാൻ കിട്ടിയാലും, എന്തൊക്കെ തലകുത്തി മറിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചാലും പടച്ചോൻ സ്വീകരിക്കേണ്ട കൂട്ടരെ, പടച്ചോൻ സ്വീകരിക്കാൻ ഒരു തടസ്സത്തെ കുറിച്ച് അള്ളാന്റെ റസൂൽ കഴിഞ്ഞ ഹദീസിൽ തന്നെ പറഞ്ഞു. പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ ബാക്കി ഭാഗം എന്താണെന്നറിയോ? ഒന്ന് മുശ്രിക്കായ മനുഷ്യർക്ക് കൊടുക്കൂലെന്നാ. രണ്ടാമത്തെ ഭാഗം ആരാന്നറിയോ? പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കും പടച്ചോൻ അവന്റെ അമലുകൾ സ്വീകരിക്കൂലാണ്. അതിങ്ങനെ പെൻഡിങ്ങിലിടും. അവന് തൗഹീദൊക്കെ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. മുവഹിദായിരിക്കും, ശുദ്ധ മുവഹിദായിരിക്കും. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പടച്ചറബിനെ വിട്ടുള്ള ഒരു കളി അവന് കളിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അകാരണമായി മറ്റുള്ളവരുമായി കൊണ്ട് പിണങ്ങി നിൽക്കുന്ന, ഈഗോ അടിച്ച് മുന്നോട്ട് പോകുന്ന, അവനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ധാഷ്ട്യം പിടിച്ചു നിൽക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സഹോദരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ലാ റജുലൻ, ഒരു മനുഷ്യൻ, കാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹ്നാ, അവനക്കും അവന്റെ സഹോദരനും ഇടയിൽ ഒരു വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, പിണക്കമുണ്ട് എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞതെന്നറിയോ? അവരുടെ അമലുകൾ എഴുതാൻ വേണ്ടി മലക്കുകൾ പിന്നെ പോകുന്ന സമയത്ത് മലക്കളോട് പറയുമെന്നാണ്, നിക്ക് അവര് പരസ്പരം സുൽഹിലെത്തിയിട്ട് അവര് പരസ്പരം ഒന്ന് കൈ കൊടുത്ത് സലാം പറഞ്ഞ് പിണക്കമൊക്കെ അവസാനിപ്പിച്ചിട്ട് മതി, അതിനുശേഷം മതി അവന്റെ അമലുകൾ എനിക്ക് എന്നാണ് മലക്കുകൾ രേഖപ്പെടുത്തുന്ന സുഹൃത്തെ. അതവിടെ അങ്ങനെ പെൻഡിങ്ങിലിടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റമളാനിൽ വന്ന് നോമ്പൊക്കെ നോക്കുന്നുണ്ടാവും. എത്രയാ ചൂട് പുറത്ത് അല്ലേ അനുഭവിക്കാൻ പോവുകയാണ്. പടച്ചോൻ എളുപ്പാക്കി തെരുമാറാകട്ടെ. ഇതൊക്കെ സഹിച്ചിട്ട് പരലോകത്തെത്തുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞാലേ ഓട്ടക്കൊട്ടയിൽ വെള്ളം കോരി ഒഴിച്ചവനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അതിനേക്കാൾ വലിയ ദുരന്തം പരലോകത്തെത്തി നിൽക്കും. അതുകൊണ്ട് സുഹൃത്തേ, ഇത്തിരി പോന്നൊരു ദുനിയാവിലെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒന്നട് താന്നു കൊടുത്താൽ നമുക്കൊന്നും വരാൻ പോണില്ല. അതുകൊണ്ട് അനാവശ്യമായി ഈഗോ വേണ്ട സുഹൃത്തെ. അത് നമ്മുടെ ശൈത്വാൻ ഉണ്ടാക്കി തരുന്നതാണ്. നമ്മളുടെ കർമ്മങ്ങളെ പൊളിച്ചെടുക്കാൻ വേണ്ടി, അത് നമുക്ക് ഫലവത്താകാതിരിക്കാൻ വേണ്ടി പിശാചിട്ട് തന്ന കുതന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ട സഹോദര, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി ഈ ഖുതുബ കഴിഞ്ഞാൽ അവസാനിക്കുന്നു. നമുക്ക് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. റബ്ബ് വിശാലമായ ഹൃദയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് കഴിയണം, ഏറ്റുപറയാൻ കഴിയണം. കാരണം എന്താണെന്നറിയോ? പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്ര വലിയ അവസരങ്ങൾ വന്നാലും തൗഫീഖ് ഉണ്ടാവില്ല ചെയ്യാൻ. എത്ര വലിയ അവസരങ്ങൾ നമ്മുടെ മുമ്പ് വരും. റമളാൻ എന്ന് പറഞ്ഞ ഒരു നിമിഷം സുഹൃത്തെ കെങ്കേമമാണ്. പക്ഷെ അതിലൂടെ ആരോഗ്യത്തോടു കൂടെ പ്രവേശിച്ചിട്ടും അവന്റെ മനസ്സങ്ങോട്ട് അനുവദിക്കണില്ല നല്ല നിലക്ക് നിസ്കരിക്കാൻ. നോമ്പൊക്കെ നോക്കുന്നുണ്ടാവും, നിസ്കരിക്കാത്ത ആളുകളുണ്ട്, ജമാഅത്തിന് പരിഗണിക്കാത്ത ആളുണ്ട്, തറാവീഹ് മുടക്കം ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്നുമില്ല, അവർക്ക് ആകെ ഉള്ളത് കുറച്ച് പട്ടിണി മാത്രം. എന്ത് മെച്ചാള് ഒരു സ്വർഗാവകാശിക്ക് എന്തെല്ലാം ക്വാളിറ്റി വേണോ അത് എല്ലാം മുഴുവൻ പരിശീലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു 10-30 ദിവസം ദുനിയാവിന്റെ മുകളിൽ ഇതിനേക്കാൾ വലിയൊരു അവസരം ഇനി നമുക്ക് വരാനില്ല സുഹൃത്തെ, വരാനില്ല. പക്ഷെ എന്താ അറിയുങ്ങളെ, അതിലേക്ക് വന്നിട്ടും അവസരങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടും ഒന്നും ചെയ്യാൻ കഴിയണില്ല, ഒന്നും ചെയ്യാൻ മനസ്സ് പാകപ്പെടുന്നില്ല. എന്താ പ്രശ്നം എന്നറിയോ? എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ ചില പാപങ്ങളുടെ സൈഡ് എഫക്റ്റുകളാണ്. പാപങ്ങളുടെ അനന്തരഫലങ്ങളെ കുറിച്ച് മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി 10-11 കാരണങ്ങൾ പറയുമ്പോൾ ഒന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് മനുഷ്യരിൽ നിന്നും തടയപ്പെടുമെന്നാണ്. മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഒരു ചെറിയ പരാതിയുമായി കൊണ്ടുവന്നു.
ഹസൻ ബസ്രി ഞാൻ ഇന്ന് രാവിലെ തഹജ്ജുദ് എണീക്കണമെന്ന് കരുതിയിട്ട് കടന്ന ആളാണ്, എനിക്ക് കഴിഞ്ഞില്ല. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ദുനൂബുക ഖയ്യദതുക, സുഹൃത്തെ നിന്റെ പാപങ്ങൾ നിന്നെ കെട്ടിയിട്ടതാണ് എന്നാണ്. ആലോചിക്കുക നിങ്ങൾ, ഒരു പാപം ജീവിതത്തിൽ വന്നു പോയോ ഒരു നന്മക്കുള്ള അവസരം അത് തടഞ്ഞിരിക്കും. അതുകൊണ്ട് സുഹൃത്തെ, പല ആളുകൾ എങ്ങനെ ചിന്തിക്കാന്നറിയോ? എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമ്മളൊന്ന് അടിച്ചു പൊളിക്കഴിഞ്ഞാൽ റമദാൻ ഇതിനൊന്നും കിട്ടൂല അല്ലെ? അങ്ങനെ ഇവിടെ അടിച്ചു പൊളിക്കാൻ കഴിഞ്ഞാല് പൊളിഞ്ഞു തകരും റമദാനും കൂടെ. അതുകൊണ്ട് വിശുദ്ധ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനുള്ള യോഗ്യത അതിന് മുമ്പുള്ള ദിവസങ്ങൾ നമുക്ക് നേടിയിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ എന്തെങ്കിലും കാലിടറിയോ സുഹൃത്തെ, പടച്ചോനോട് ചോദിച്ചോ. പടച്ചോനെ അന്ന് വന്നത് കാരണത്താൽ, പാപങ്ങളുടെ കാരണത്താൽ എന്റെ മുമ്പിലേക്ക് നീട്ടു തരുന്ന ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താതിരിക്കുന്ന ദുർഗതി പടച്ചോനെ എനിക്ക് നീ നൽകരുത് റബ്ബേ. ആ അവസരം വന്നാൽ എല്ലാം ഏറ്റുപറയാനുള്ള മനസ്സ് എനിക്ക് നൽകണേ റബ്ബേ. എല്ലാ നന്മകളും ഓടി നടന്ന് ചെയ്യാനുള്ള തോക്കത്ത് എനിക്ക് നീ നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് സുഹൃത്തെ, പാപങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വന്നുപോയ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ബോധപൂർവമായ പരിശ്രമം ഈ ഒരു സമയത്ത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുക. സുഹൃത്തുക്കളെ, റമദാൻ നമ്മുടെ കയ്യെത്തും ദൂരത്തെത്തി നിൽക്കുമ്പോൾ അതിലേക്ക് ഒരുങ്ങേണ്ട രൂപം എങ്ങനെയൊക്കെയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മുടെ സമയം, ഇനി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു അജണ്ട, പടച്ചോനെ റമദാനിലേക്ക് ആയുരാരോഗ്യത്തോടുകൂടെ പടച്ചോനെ നീ എന്നെ ബാക്കിയാക്കണേ റബ്ബേ. ബാക്കിയാക്കുക മാത്രമല്ല, എല്ലാ കർമ്മങ്ങളും നല്ല ആത്മീയ നനവോടുകൂടെ അകക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ച് ചെയ്യാൻ, ആരെയും ബോധ്യപ്പെടുത്താനല്ല, നീ പെയ്തിറക്കുന്ന നന്മകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഉതകുന്ന ക്വാളിറ്റിയുള്ള ഒരു നല്ല സാധുവായി അടിമയാക്കി നീ എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം സുഹൃത്തുക്കളെ, അല്ലേ? ഒന്നും വേണ്ട, ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് വന്നാൽ കഴിഞ്ഞില്ലേ പറയണം, നോമ്പ് വെക്കാൻ പറ്റൂല, പഠിച്ച കൂലി വരുമായിരിക്കും. പക്ഷെ എന്നാലും എത്ര നിസ്കാരം നമുക്ക് പോകും? ആ പള്ളിയിലേക്ക് നടന്നു വരേണ്ട കൂലി നമുക്ക് നഷ്ടമാവില്ല. എന്തൊക്കെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും, പ്രതിബന്ധങ്ങൾ പലതും ഉണ്ടാവും. ചെറിയ രോഗം വന്നാൽ മതിയാകും, ഇതൊക്കെ നഷ്ടപ്പെടാൻ പറ്റും. ഈ അവസരങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകാൻ പടച്ചും ചെറിയ രോഗം എന്ന് പരീക്ഷിച്ചാൽ മതിയാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നോടെന്ന പോലെ പറയുന്നു, ഇനി നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു വരി നമ്മൾ നീക്കിവെച്ചോ. പടച്ചോനെ ആഫിയത്തോടുകൂടെ ഈ റമദാനിലേക്കൊന്ന് കടക്കാൻ, യാതൊരുവിധ തടസ്സങ്ങളും എന്റെ മുമ്പിൽ വരാതിരിക്കുവാനും, അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും നന്നായി കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു തൗഫീക്ക് പടച്ചോനെ എനിക്ക് നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മുൻഗാമികൾ 2 ആഴ്ച മുമ്പല്ല, നമ്മളിപ്പോഴാ അറിയണം, നമ്മളിപ്പോഴാ അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കണം. ഈ പൂതിയും ഈ ആഗ്രഹവും ഒക്കെ നമ്മുടെ മുൻഗാമികൾക്ക് 6 മാസം മുമ്പേ ഉണ്ടായിരുന്നു. 6 മാസം മുൻപേ അവർ റമദാനിൽ പടച്ചോനെ ഒരു റമദാനും കൂടി തരണേ പടച്ചോനെ എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ്. അവർ മുഴുവനും റമദാനിന്റെ താഴെ ജീവിച്ചവരായിരുന്നു. റമദാൻ കഴിഞ്ഞു പോയാൽ 6 മാസം റമദാനിലെ ചൈതന്യം നിലനിർത്താൻ ബോധപൂർവമായ അജണ്ടകളും ചെയ്തു വെച്ച നന്മകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമായി റമദാൻ കണക്ട് ചെയ്തുകൊണ്ട് അവർ ജീവിച്ചു. പിന്നെയുള്ള 6 മാസം പടച്ചോനെ ഒരു റമദാനും കൂടി തരണേ എന്ന പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥന വാചകങ്ങളിൽ റമദാൻ എന്ന വാചകം അസ്തമിച്ചു പോയ രാവുകൾ തുലവും കുറവായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് സുഹൃത്തേ, ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊരു കാര്യം, നല്ല നീയത്തുകൾ നമുക്ക് വേണം. പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഇൻഷാ അല്ലാഹ് ഞാൻ റമദാൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇത്ര സ്വതക്കൾ ഞാൻ കൊടുക്കും, ഇത്ര തവണ ഞാൻ ഖുർആൻ പാരായണം ചെയ്യും. പടച്ചോനെ, ഒരു തവണയെങ്കിലും 2 തവണയെങ്കിലും ഖുർആൻ ഒന്ന് ഖത്തം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്.
പലപ്പോഴും മുൻപ് ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യമാണ്. പടച്ചോനെ, ഈ റമദാനിലൂടെ എനിക്ക് നടത്തണമെന്നാണ് ആഗ്രഹം, നീ എന്നെ സഹായിക്കണേ റബ്ബേ. അതാണ് സുഹൃത്തെ പ്രാർത്ഥന. സഹായിക്കണേ റബ്ബേ എന്ന് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എന്റെ ചെലവ് കൊണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന ഇത്ര പേരെ ഞാൻ നോമ്പ് തുറപ്പിക്കും. വിശുദ്ധ ഖുർആൻ കൂടുതൽ അറിയാനും പഠിക്കാനും ഞാൻ സമയം കണ്ടെത്തും. അതിന് നമ്മളെ സഹായിക്കുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷകൾ വരും. ഇപ്രാവശ്യം നമ്മുടെ സിലബസായി സ്വീകരിച്ചിട്ടുള്ള സൂറത്തുൽ നംലും സൂറത്തുൽ ഖസസുമാണ്. ഒന്നുമില്ല, പഠിക്കാനൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടി തന്നതാണ്. എല്ലാവരും ഒരുമിച്ചെന്ന് പഠിക്കാം, എല്ലാവരും പരസ്പരം ചോദിക്കുമ്പോൾ അതങ്ങനെ നടന്നു കിട്ടും. അതിനു വേണ്ടിയിട്ട് ആ ഒരു സംരംഭമുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി ഒന്ന് ഒരുങ്ങി തയ്യാറായി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കഴിഞ്ഞു പോയ റമദാനിലേക്കാൾ മികവുള്ള റമദാനാക്കി മാറ്റാൻ എല്ലാ പ്രവർത്തനങ്ങളും, നിയ്യത്തുകളും, പ്രാർത്ഥനകളും, അജണ്ടകളും, പദ്ധതികളും നമ്മുടെ ഭാഗത്തുണ്ടാകണം. എഴുതി തയ്യാറാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവിധ സദുദ്ദേശങ്ങളും നടപ്പിൽ വരുത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചും ശ്രദ്ധിച്ചുമാണ് ചെയ്യാറുള്ളത്. മുന്നൊരുക്കങ്ങൾ നടത്തി വീണ്ടും വീണ്ടും എ പ്ലാനും ബി പ്ലാനും ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യാനുള്ളത്. എന്നതുപോലെ തന്നെ പടച്ചോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ തുല്യതയില്ലാത്ത ഈ ഒരു അവസരത്തെ ഏറ്റവും നന്നായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ ഭാഗത്ത് പ്ലാനിങ്ങുകൾ വേണം. നല്ല നല്ല പ്ലാനിങ്ങുകളുമായി കൊണ്ട് മുന്നേറുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്തും അപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ റമദാനിലെ മുഴുവൻ നന്മകളും നീ സ്വീകരിക്കണം റഹ്മാനെ. അതിനേക്കാൾ മികവുള്ളൊരു റമദാനാക്കി ഈ റമദാനെ മാറ്റാനുള്ള എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. എല്ലാവിധ തടസ്സങ്ങളും നീ മാറ്റിത്തരണമേ റഹ്മാനെ. ഏറ്റവും നന്നായിക്കൊണ്ട് അതിലേക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്നാണോ ഞങ്ങൾ കേട്ടത്, അത് മുഴുവനും ഒന്നുപോലും ചോരാതെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട തൗഫീക്ക് റബ്ബേ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം വസിയത്ത് പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ റഹ്മാനായ റബ്ബ് നടപ്പിൽ വരുത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.